അഷ്ടമി രോഹിണി നാളിൽ വീഥികളെ അമ്പാടിയാക്കിക്കൊണ്ട് കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച മഹാശോഭയാത്ര. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. എടത്തുരുത്തി സ്വദേശി 51 വയസ്സുള്ള കുറുപ്പത്ത് സന്തോഷാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. എറിയാട് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CPM-ൽ ചേർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അഷ്ടമി രോഹിണി നാളിൽ വീഥികളെ അമ്പാടിയാക്കിക്കൊണ്ട് കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച മഹാശോഭയാത്രയിലാണ് കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ ശോഭയാത്ര സമാപിച്ചു. പുത്തഞ്ചിറ തൃപ്പേക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ശോഭായാത്ര വൈകിട്ട് തൃപ്പേക്കുളം കോൺവെന്റ് ജംഗ്ഷനിൽ സമാപിച്ചു. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ആഘോഷിച്ചു. ശോഭായാത്ര, ഉറിയടി, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. മാള അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഉറിയടി, ഗോപികാ നൃത്തം, കോൽക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കാട്ടിക്കരക്കുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. പുത്തഞ്ചിറ ഇലയിടത്തുകാവ് ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിലേക്ക് ശോഭായാത്ര നടന്നു. നിരവധി ഭക്തർ യാത്രയിൽ പങ്കാളികളായി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കൊടകരയിൽ മഹാശോഭായാത്ര നടത്തി. കൊടകര ഗാന്ധിനഗറിൽ നടത്തിയ ശോഭായാത്ര കൊടകര ടൗൺ ചുറ്റി പൂതലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു. കൊടകര മേഖലയിലെ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ മഹാശോഭായാത്ര നടത്തിയത്. നിരവധി ബാലികാ ബാലന്മാരാണ് കൃഷ്ണൻ്റെയും രാധയുടെയും വേഷമണിഞ്ഞ് ഘോഷയാത്രയിൽ അണിനിരന്നത്. കൂടാതെ തെയ്യം, വാദ്യങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. വെള്ളാംചിറ ആണിക്കുളങ്ങര ശ്രീദുർഗ ബാലഗോകുലത്തിൻ്റെയും പൊരുന്നുകുന്ന് കാളിന്തി ബാലഗോകുലത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന മഹാശോഭയാത്ര ആണിക്കുളങ്ങര ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കുഴൂരിൽ ജാതിക്ക മോഷണം പോയി. കുഴൂർ തുമ്പരശ്ശേരി പള്ളിപ്പാടൻ മാത്യു സേവ്യാറിന്റെ വീട്ടിൽ നിന്നുമാണ് ഒരു ചാക്ക് ജാതിക്ക മോഷണം പോയത്. ഞായറാഴ്ച പകലാണ് മോഷണം നടന്നിരിക്കുന്നത്. മാള പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. ഉണങ്ങിയ ജാതിക്ക ചാക്കിൽ നിറച്ച് മാത്യു സേവറിന്റെ വീടിന്റെ കാർ പോർച്ചിൽ വച്ചിരിക്കുകയായിരുന്നു. വൈകിട്ട് വീടിനകത്തേക്ക് എടുത്തു വെക്കാൻ നോക്കുമ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ചാക്കിൽ 35 കിലോയോളം ജാതിക്ക ഉണ്ടായിരുന്നതായി മാത്യു പറഞ്ഞു. ജാതിക്ക ഇവിടെ വെയിലത്തിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ചാക്കിലാക്കി എടുത്തു വെക്കാനായിട്ട് ഞങ്ങൾ ഒരേ റേഷൻ കടയിൽ ചാക്കിൽ നിറച്ചാണ് വെക്കണത്. അപ്പോൾ അത് വെക്കാനായിട്ട് ഇവിടെ പോർച്ചിൻ്റെ ഭിത്തി തൂണുമ്പോൾ ചാരി വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 മണിക്ക് 1:30ക്ക് ശേഷം ഒരു 5 മണിക്കുള്ളിൽ പോയേക്കണേ. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇത് രാത്രി പിന്നെ എടുത്തു വയ്ക്കാൻ പോണ നേരത്താണ് ഇത് അന്വേഷിച്ചപ്പോൾ കാണാനില്ല. അവരെ കൊണ്ടുപോയിട്ട് ഇതിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോർച്ചിൽ നിന്ന് പത്രി ഇത് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അതപ്പോൾ എങ്ങനെയൊന്നും അന്വേഷിക്കാനായിട്ട് മാള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇവിടെ നിന്നും ജാതിപത്രി മോഷണം പോയിട്ടുണ്ടെന്ന് മാത്യു പറഞ്ഞു. അടുത്ത കാലത്തായി സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. മീഡിയ ടൈം, മാള. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. എടത്തുരുത്തി സ്വദേശി 51 വയസ്സുള്ള കുറുപ്പത്ത് സന്തോഷാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ സന്തോഷിന് 1 വർഷം മുമ്പാണ് വൃക്കരോഗം ബാധിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചു. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏകദേശം 30 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധന കുടുംബാംഗമായ സന്തോഷിന് ഈ തുക കണ്ടെത്താൻ ബെന്നി ബെഹനാൻ MP, E.T. ടൈസൺ MLA തുടങ്ങിയ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനായി ഫെഡറൽ ബാങ്ക് എടത്തിരുത്തി ശാഖയിൽ നിഷ സന്തോഷിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സുമനസ്സുകൾ ഈ അക്കൗണ്ടിൽ പണം അയയ്ക്കുക. അക്കൗണ്ട് നമ്പർ 12100172102. IFSC കോഡ് FTRL 0001258. ഫോൺ നമ്പർ 860653
0118. ഒരു വർഷം മുന്നേ എൻ്റെ 2 കിഡ്നിയും വീക്കായി. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കിഡ്നി മാറ്റി വയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പത്തികം ബുദ്ധിമുട്ടാണ്. 30 ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവ് വരുന്നത്. സ്ഥലമില്ല, സ്വന്തമായിട്ട് സ്ഥലം ഇല്ല എനിക്ക്. ഒക്കെ സ്ഥലമുണ്ട്, എല്ലാവരും അവകാശികളുണ്ട്, 5 അവകാശികളാണ്. അതിന് എൻ്റെ 3 കുട്ടികളെ, എനിക്ക് 2 പെൺകുട്ടി, 1 ആൺകുട്ടീന്, ഭാര്യ. ഞാനും ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയണമെങ്കിൽ. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷ തുണയായി ചാലക്കുടി പനമ്പള്ളി സ്മാരക ഗവൺമെന്റ് കോളേജിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുള്ള തുക അനുവദിച്ചു. ഒരാഴ്ചക്കുള്ളിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകും. ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ KCB നൽകിയ എസ്റ്റിമേറ്റ് തുകയായ 8.5 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തുക KCBക്ക് കൈമാറും. തുടർന്ന് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. നിലവിൽ പുറത്തുനിന്നുള്ള ട്രാൻസ്ഫോമറിൽ നിന്നാണ് കോളേജിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. പുതിയ സയൻസ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും വൈദ്യുതി ലഭിച്ചില്ല. കണക്റ്റഡ് ലോഡ് കൂടിയതിനാൽ സയൻസ് ബ്ലോക്കിലേക്ക് വൈദ്യുതി ലഭിക്കണമെങ്കിൽ കോളേജിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം KCB ഉന്നയിച്ചു. ഇതിനായി 8.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും KCB നൽകി. തുടർന്നാണ് തുക ആവശ്യപ്പെട്ടുള്ള അപേക്ഷ നവകേരള സദസ്സിലെത്തിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തീകരിക്കാനാകും. ട്രാൻസ്ഫോർമറിൽ നിന്നും കേബിളുകൾ വലിക്കുന്നതടക്കമുള്ള അനുബന്ധ സൗകര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇതിനായി പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം 8.5 ലക്ഷത്തോളം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഈ തുക അനുവദിക്കാനുള്ള അപേക്ഷ കോളേജ് അധികൃതർ സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതുകൂടി ലഭ്യമാകുന്നതോടെ സയൻസ് ബ്ലോക്ക് അടക്കമുള്ള 3 ബ്ലോക്കുകളിലേക്കും തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം നടത്താനാകും. മീഡിയ ടൈം, ചാലക്കുടി. എറിയാട് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CPM-ൽ ചേർന്നു. നാളുകളായി പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യത്തിന്റെ തുടർച്ചയായാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവിന്റെ രാജിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാർട്ടി നേതൃത്വവുമായുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് സക്കീർ തെക്കിനകത്ത് പാർട്ടി വിട്ടത്. ഈയിടെ നടന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയായിരുന്നുവെന്ന് സക്കീർ ആരോപിക്കുന്നു. സഹകരണ സംഘം ഭരണസമിതിയിൽ പാർട്ടിക്കാരിയല്ലാത്ത വനിതയെ ഉൾപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട്. നാളുകളായി പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യത്തിന്റെ തുടർച്ചയാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവിന്റെ രാജിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നാളുകളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ ശതാബ്ദി ജൂബിലി വർഷത്തിന്റെ ഭാഗമായി തിരികെ എന്ന പേരിൽ പുത്രി സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിന്റെ ഭാഗമായി വിശുദ്ധ കുർബാന, വിനോദ പരിപാടികൾ, ക്ലാസ് എന്നിവ നടന്നു. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ക്ലാസ് നയിച്ചു. മാതാവിന്റെ ജീവിത മാതൃക നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പം നിങ്ങളുടെ കുടുംബം തിരുകുടുംബമാവും. വീടിനെ തിരുകുടുംബമാക്കാൻ ദൈവം വിളിച്ചത് സ്ത്രീയെയാണ്. അതുകൊണ്ടാണ് ഒരു അമ്മയോട് മക്കൾക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അപ്പനേക്കാൾ. ഒരുപക്ഷെ പണം നേടുന്നതും വീട് നോക്കുന്നതും അപ്പനാകാം, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അടുപ്പം അമ്മയോടാണ്. കാരണം അമ്മ ഉറക്കളയ്ക്കുന്നു, അമ്മ ഓടിയിരിക്കുന്നു, അമ്മ കുരിശ് കൽപ്പിക്കുന്നു, അമ്മ പള്ളിയിൽ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആവശ്യത്തിലും അമ്മയുടെ വിളിക്കും. അമ്മ ചെരുപ്പില്ലേ, അമ്മ ഫോണില്ലേ, അമ്മ ചോറില്ലേ, അമ്മ കുടയില്ലേ. അപ്പനോടൊക്കെ ചോദിക്കും, അപ്പ അമ്മയില്ലേ. അപ്പം അമ്മ ബലപ്പെട്ട ഒരാളാണ്. അപ്പം അവിടെ ഒരു മാതൃകയായിട്ട് പരിശുദ്ധ മറിയം നമ്മൾ നിൽക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ വാക്യത്തിൽ അമ്മയെക്കുറിച്ച് ചിന്തയുണ്ട്. ആ ചിന്ത ഈ മണിക്കൂറിൽ നമുക്ക് ചേർത്ത് വെക്കാം.
ആൻഡ്യൂസ് കിഴക്കൂട്ട്, വികാരി ഫെബിൻ കൊടിയൻ, കൈക്കാരൻ കൊച്ചപ്പൻ പഞ്ഞിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് കർഷക തൊഴിലാളി മാള മണ്ഡലം പ്രവർത്തക യോഗം മാളയിൽ നടന്നു. യോഗത്തിൽ AM ഹക്കീം അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ദുലാൽ മുഖ്യപ്രഭാഷണം നടത്തി. CPI നേതാക്കളായ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, TN വേണു, MK ബാബു, ഉഷ ബാലൻ എന്നിവർ പ്രസംഗിച്ചു. ജാതിക്കായ മോഷ്ടാക്കൾ പിടിയിൽ. പൊയ്യ പാലത്തിങ്കൽ റോഡിലുള്ള വീട്ടിൽ നിന്നും ജാതിക്കായ മോഷ്ടിച്ച പ്രതികളെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞുവെച്ചു മാള പോലീസിന് കൈമാറുകയായിരുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശികളായ പ്രവീൺ 20 വയസ്സ്, സൂരജ് 20 വയസ്സ് എന്നിവരാണ് പിടിയിലായത്. മോഷണം മുതൽ വിറ്റുകിട്ടുന്ന പണം ആർഭാട ജീവിതത്തിൽ ഉപയോഗിച്ച പ്രതികളിൽ സൂരജ് എന്നയാൾ മുൻപ് ബൈക്ക് മോഷണ കേസിൽ ഉൾപ്പെട്ട ആളാണ്. മാള സ്റ്റേഷൻ മുഹമ്മദ് ബാഷി, സുൽഫിക്കർ സമദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, ജിബിൻ, സനേഷ്, രതീഷ്, സിവിൽ പോലീസ് ഓഫീസറായ നവീൻ കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുടുംബി മഹിളാ സേവാ സംഘം കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി വാർഷിക പൊതുയോഗം നടന്നു. മഹിളാ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് അജിത ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ധന്യ ബിജു, കുടുംബി സേവാ സംഘം താലൂക്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ, സെക്രട്ടറി MAB മനു, സംസ്ഥാന കോർഡിനേറ്റർ ബാലൻ, കാർത്യായനി നാരായണൻ, രേഷ്മ പ്രേംരാജ്, രാജൻ TM, രമ്യ ദിലീപ്, ഉഷ, ലത, രവീന്ദ്രനാഥ് എന്നിവർ പ്രസംഗിച്ചു. ലോകമലേശ്വരം ഗുരുദേവ സമാജത്തിന്റെ മെറിറ്റ് ഡേ ആഘോഷിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുതുതായി പണി കഴിപ്പിച്ച SN മിനി ഹാളിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ അനഘ മനോജിനെയും നോജി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ സുബ്രഹ്മണ്യനെയും ആദരിച്ചു. VP കല്യാൺ റാം അധ്യക്ഷത വഹിച്ചു. അതിരപ്പള്ളിയിൽ വിനോദയാത്രയ്ക്കെത്തിയ യുവതിയെ കുരങ്ങ് ആക്രമിച്ചു. പാലക്കാട് ചന്ദ്രനഗർ സ്വദേശി ഐശ്വര്യയെയാണ് കുരങ്ങ് ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ ഐശ്വര്യയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഐശ്വര്യയുടെ ഇടത് കൈയിൽ 2 കുരങ്ങ് കടിച്ചു. ഇതിൽ ഒരു മുറിവ് ആഴമേറിയതാണ്. വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കടയിൽ നിന്നും ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നതിനിടെയാണ് കുരങ്ങ് ഓടിയെത്തിയത്. കുരങ്ങിന് ബിസ്ക്കറ്റ് ഇട്ടുകൊടുത്തെങ്കിലും ഐശ്വര്യയെ ആക്രമിക്കുകയായിരുന്നു. സ്കൂൾ പരിസരത്തുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കർശനമായി തടയണമെന്ന് ബാലസംഘം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പെരിഞ്ഞനത്ത് നടന്ന ബാലസംഘം ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ആനന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ES ആമി അധ്യക്ഷത വഹിച്ചു. ബാലസംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഷറഫ്, CPM ഏരിയ സെക്രട്ടറി KR ജയത്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, TK രാജു, ബാലസംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭുവനരാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനുരാഗ്, സതീഷ്, MK സിദ്ദിഖ്, കോർഡിനേറ്റർ പ്രിയ ഹരിലാൽ, PA സുധീർ എന്നിവർ സംസാരിച്ചു. സോഷ്യലിസ്റ്റ് നേതാവും മികച്ച കർഷകനുമായിരുന്ന MC അഗസ്തിയുടെ 5ാമത് അനുസ്മരണ സമ്മേളനം ചാലക്കുടിയിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ K സുദർശന് MC അഗസ്തി സ്മാരക പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു. അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ജോർജ് V ഐനിക്കൽ അധ്യക്ഷനായി. പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡസ്റ്റിൻ താക്കോൽക്കാരൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി, ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, ജയ്സൺ മാണി, ആനി ജോയ്, ഷാജു പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം കൊടകര യൂണിയൻ പുതിയതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരവും ഗുരുമന്ദിരവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ആസ്ഥാന മന്ദിരത്തോട് ചേർന്ന് നിർമ്മിച്ച ഗുരുമന്ദിരത്തിൽ അദ്ദേഹം ഭദ്രദീപം തെളിയിച്ചു. SNDP യോഗം കൊടകര യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ പ്രഭാകരൻ മുണ്ടക്കൽ, വൈസ് ചെയർമാൻ NB മോഹനൻ, വർക്കിംഗ് ചെയർമാൻ നന്ദകുമാർ ചക്കമല്ലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂണിയന്റെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തൃശൂരിൽ വീണ്ടും പോലീസിന്റെ MDMA വേട്ട. ദേശീയപാത നടത്തറയിൽ 103 ഗ്രാം MDMAയുമായി കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി വിഷ്ണു, അടപ്പുട്ടി സ്വദേശി ശരത് എന്നിവർ പിടിയിലായി. സിറ്റി ഡാൻസ് സംഘവും ഒല്ലൂർ പോലീസ് ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. 50 ഗ്രാം MDMAയുമായി ഞായറാഴ്ച അന്തുരുത്തിയിൽ നിന്നും മറ്റൊരു യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അഷ്ടമി രോഹിണി നാളിൽ വീഥികളെ അമ്പാടിയാക്കിക്കൊണ്ട് കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച മഹാശോഭയാത്ര. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. എടത്തുരുത്തി സ്വദേശി 51 വയസ്സുള്ള കുറുപ്പത്ത് സന്തോഷാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്.
എറിയാട് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CPM-ൽ ചേർന്നു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.